ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലായിരുന്നു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പൊസിഷനിലേക്ക് അഭിക് ചാറ്റർജിയെ നിയമിച്ചത്. നേരത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഒഡീഷ FC എന്നിവർക്കൊപ്പം പ്രവർത്തിച്ച വ്യക്തിയാണ് അഭിക് ചാറ്റർജി. പല ഉത്തരവാദിത്തങ്ങളും ഇദ്ദേഹത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഡൊമസ്റ്റിക് സൈനിങ്ങുകളിൽ ക്ലബിനെ സഹായിക്കുക എന്ന ഉത്തരവാദിത്തം ഇനി മുതൽ അഭിക്കിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം നൽകുന്നത് അഭിക് ചാറ്റർജിയാണ്. ഈയിടെ അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഒരു മാസം പൂർത്തിയായ ഈ വേളയിൽ ബ്ലാസ്റ്റേഴ്സിലെ പ്രൊജക്റ്റും മുൻപുണ്ടായിരുന്ന പ്രൊജക്റ്റുകളും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നു എന്ന ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൽ കാര്യങ്ങൾ അതിവേഗത്തിലാണ് നീങ്ങുന്നത് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിലെ വേഗത മണിക്കൂറിൽ 100 മൈൽസ് ആണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അഭിക്കിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇവിടെ കാര്യങ്ങൾ നീങ്ങുന്നത് മണിക്കൂറിൽ 100 മൈൽസ് ആണ്. ആളുകൾ നന്നായി കെയർ ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് ഇത്. ആളുകൾ നന്നായി കെയർ ചെയ്യുമ്പോൾ തീർച്ചയായും വലിയ പ്രതീക്ഷകളും ഇവിടെ ഉണ്ടാകും. ഉടമസ്ഥരുടെ വിഷനിൽ നിന്ന് കൊണ്ട് ഈ പ്രതീക്ഷകളെ പിടിക്കാനാണ് എൻ്റെ ശ്രമം. ആരാധകർ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നന്നായി നിരീക്ഷിക്കുക, ആരാധകരെയും ഉടമസ്ഥരെയും ഹാപ്പിയാക്കാൻ വരുത്തേണ്ട മാറ്റങ്ങൾ നടപ്പിലാക്കുക. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ മോശം പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 മത്സരങ്ങൾ കളിച്ചിട്ട് 3 മത്സരങ്ങളിൽ മാത്രമാണ് ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാധകരുടെ രോഷം ഉയരുകയാണ്. വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പുതിയ താരങ്ങളെ എത്തിക്കണമെന്ന് ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട്. അത് അഭിക് ചാറ്റർജിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.